ലഹരിമുക്ത നവകേരളത്തിനായി കൈകോർത്ത് ഓപ്പറേഷൻ തൂഫാൻ. നെയ്യാറ്റിൻകരയിൽ ലഹരി വിരുദ്ധ ശില്പശാലയിലും പ്രചരണ പരിപാടികളിലും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കേരള സർക്കാരിന്റെ ലഹരി നിർമ്മാർജ്ജന പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ 2026 ദ നർക്കോ ഹണ്ടിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയും ലഹരി വിരുദ്ധ പ്രചരണ പരിപാടികളും വിപുലമായ പങ്കാളിത്തത്തോടെ നടന്നു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 നെയ്യാറ്റിൻകരയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. രാവിലെ നെയ്യാറ്റിൻകര TB ജംഗ്ഷനിൽ നിന്ന് SN ഓഡിറ്റോറിയത്തിലേക്ക് ലഹരി വിരുദ്ധ പ്രചരണ റാലിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ലഹരി വിരുദ്ധ സന്ദേശ റാലി നെയ്യാറ്റിൻകര DYSP സുനിൽ കുമാർജി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രി ജംഗ്ഷനിൽ നിംസ് നഴ്സിംഗ് കോളേജ് ടീം അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഏറെ ശ്രദ്ധ നേടി. ഒരു സഹോദരിയുടെ പ്രതീക്ഷ, അതിനുമപ്പുറം ഒരു സമൂഹത്തിന്റെ മനസ്സമാധാനം തകർക്കുന്നതിലൂടെയാണ്. തുടർന്ന് SN ഓഡിറ്റോറിയത്തിൽ നടന്ന ഏകദിന ശില്പശാല നെയ്യാറ്റിൻകര MLA N ശക്തൻ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ അജിത് കുമാരി അധ്യക്ഷത വഹിച്ചു. വിദ്യാലയങ്ങളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ നിന്നും ലഹരി പൂർണ്ണമായും തൂത്തെറിയുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റും പോലീസും ചേർന്ന് നടത്തുന്ന ഒരു മാതൃകാ പരിപാടിയാണ് ഇന്നു മുതൽ ഇവിടെ നടക്കുന്നത്. മുഖ്യപ്രഭാഷണം നെയ്യാറ്റിൻകര നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാലത്തിൽ നിങ്ങൾക്ക് പഠിത്തമായിരിക്കണം, വിദ്യാഭ്യാസമായിരിക്കണം നിങ്ങളുടെ ലഹരി എന്ന് പറയുന്നത്. കായിക മേഖലയിൽ കായികമായിട്ടുള്ള എല്ലാ കളികളും നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അതായിരിക്കണം നിങ്ങളുടെ ലഹരിയായിട്ട് മാറേണ്ടത്. കടത്തിണ്ണകളിൽ കിടന്നുറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭിക്ഷക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവരെന്തുകൊണ്ട് കടത്തിണ്ണയിലേക്ക് എത്തി, എന്തുകൊണ്ട് ഭിക്ഷക്കാരായി മാറ്റപ്പെട്ടു എന്ന് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ജീവിതത്തെപ്പറ്റി ഒരു ലക്ഷ്യബോധവുമില്ലാതെ ലഹരിക്ക് അടിമപ്പെട്ട്, കഞ്ചാവിനും മയക്കുമരുന്നും അടിമപ്പെട്ട് ജീവിതം നശിച്ചു പോയ ആൾക്കാരാണ് ഈ കടത്തിണ്ണകളിൽ ഉറങ്ങുന്നത്. നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക, എൻ്റെ യാത്ര കടത്തിണ്ണയിലേക്കാണോ അതോ പുതിയ BMW പുതിയ ബെൻസും എടുത്ത് ഏറ്റവും നല്ല ഗംഭീരമായ വീട് പണിത് അതിനകത്ത് രാജകീയമായി ഞാൻ വാഴണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുമാണ്. ശ്രീ ജോസ് ഫ്രാങ്ക്ലിൻ, ശ്രീകുമാർ, ഇരുമ്പിൽ രാജീവ്, SI ജോൺ V, SK ജയകുമാർ, ഗ്രാമം പ്രവീൺ, പ്രസ് ക്ലബ് സെക്രട്ടറി അരുൺ മോഹൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. SI R ഷാജുകുമാർ നന്ദി രേഖപ്പെടുത്തി. വിവിധ സെഷനുകളിലായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും അരങ്ങേറി. തൂഫാൻ പ്രതീക്ഷകളും പ്രവൃത്തിയും എന്ന വിഷയത്തിൽ ജോജി വിൽസൺ സെമിനാർ നയിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സെമിനാറിൽ കുട്ടികളിലെ ലഹരി ഉപയോഗം എന്ന വിഷയത്തിൽ നിംസ് മെഡിസിറ്റിയിലെ സൈക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ VS ബീന സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും റാഫി മുതാക്കൽ അവതരിപ്പിച്ച മാജിക് ഷോയും പരിപാടികൾക്ക് മിഴിവേകി. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി BK പ്രശാന്തൻ കാണി IPS ഉദ്ഘാടനം ചെയ്തു. മികച്ച സംഘാടന മികവ് കാഴ്ചവെച്ച SHO പ്രദീപ്, S ഹരീഷ് കുമാർ, R ഷാജുകുമാർ, SP ഷൈജു എന്നിവരെ SP ആദരിച്ചു. SS ഹരീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. നെയ്യാറ്റിൻകര പോലീസ് സബ് ഡിവിഷന് കീഴിലുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഉദ്യമത്തിൽ വിദ്യാർത്ഥികളും സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കാളികളായി. പുതുതലമുറയുടെ നന്മ ലക്ഷ്യമാക്കി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് വൻ ജനപിന്തുണയാണ് നെയ്യാറ്റിൻകരയിൽ ലഭിച്ചത്. GTV ന്യൂസ് നെയ്യാറ്റിൻകര.